ഹായ് ഫ്രണ്ട്സ്, ഞാൻ റഫീഖ സിറ്റി. വെൽക്കം ടു അവർ ചാനൽ ലേൺ ടു സ്റ്റഡി. ഇന്നത്തെ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലുള്ള ഫസ്റ്റ് സെമസ്റ്റർ BComൻ്റെ മൈനർ 2 ആയിട്ടുള്ള ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ കംപ്ലീറ്റ് ഒട്ടുമിക്ക ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നുണ്ട്. ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്ക് മാത്രമാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. പാർട്ട് എയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് സിമ്പിളായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് അത് വാങ്ങാനോ വിൽക്കാനോ, ബൈങ് ആൻഡ് സെല്ലിങ്, അത് വാങ്ങാനോ വിൽക്കാനോ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീനെ, അതായത് ബൈങ് ആൻഡ് സെല്ലിങ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീനെയും ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ, അതിൻ്റെ പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ സെല്ലിംഗ് വരെ, മാനുഫാക്ചറിങ് മുതൽ സെല്ലിംഗ് വരെ, അതായത് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ഫങ്ഷൻസും എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മാർക്കറ്റിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ മാനുഫാക്ചറിങ്, മറ്റ് കാര്യങ്ങൾ എല്ലാം, ഇപ്പോൾ ബ്രാൻഡിങ് അങ്ങനെ വരുന്ന കാര്യങ്ങൾ, മാർക്കറ്റ് റിസർച്ച്, മറ്റെല്ലാ ആക്ടിവിറ്റീസും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് നമ്മൾ സിമ്പിൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, മീനിങ് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിങ്ങിന്. മാർക്കറ്റിംഗ് ഈസ് എ ഡൈനാമിക് പ്രോസസ് of identifying, creating and delivering value to meet customers' needs and achieve organizational objectives. അതായത് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ക്രിയേറ്റ് ചെയ്യുക, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഡെലിവറി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു സെല്ലിംഗ് ഓർ അഡ്വർടൈസിങ് ബട്ട് എൻകംപാസസ് എ ബ്രോഡർ സ്കോപ്പ് ഇൻക്ലൂഡിംഗ് മാർക്കറ്റിംഗ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രൈസിങ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പ്രൊമോഷൻ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ആയിട്ടോ ലിമിറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റോ മാത്രമല്ല, അതൊരു ബ്രോഡർ സ്കോപ്പിൽ വരുന്ന കാര്യമാണ്. അതായത് മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ കാര്യങ്ങളായിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഏതിലുണ്ട്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിലുണ്ട്. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് ഫോക്കസസ് ഓൺ ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് customers and understanding their preference, ensuring the delivery of products or services that satisfy their demand. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സ് നമ്മൾ ഡെലിവറി ചെയ്യുക, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുക, അതിൽ അവരുടെ പ്രിഫറൻസ് എന്താണ്, അവർ ടേസ്റ്റ് എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കസ്റ്റമേഴ്സിന് അത് വേണ്ട പ്രൊഡക്ട്സൊക്കെ, അവരുടെ നീഡ്സ്, വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രൊഡക്ട്സൊക്കെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫംഗ്ഷനും ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മാർക്കറ്റിംഗ്. അപ്പം മാർക്കറ്റിംഗ് എന്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരുടെ പ്രിഫറൻസ് മനസ്സിലാക്കുക, അതേപോലെ തന്നെ അവർക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് ഡിഫൈൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഫിലിപ്പ് കോട്ട്ലർ വൈഡ്ലി റിഗാർഡഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ്. ഫിലിപ്പ് കോട്ട്ലറിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ്, മാർക്കറ്റിങ്ങിനെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് മാർക്കറ്റിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അപ്പോൾ ഇങ്ങനെ 3 ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡെഫിനിഷനാണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് AMA, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ആണ്. അപ്പോൾ AMA ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാർക്കറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദി കൺസെപ്ഷൻ, പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ക്രിയേറ്റ് എക്സ്ചേഞ്ച് ദാറ്റ് സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്.
അപ്പോൾ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ദാറ്റ് ഈസ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പ്രൊഡക്റ്റിനാണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ ഗോൾസും അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ്, ആ ഐഡിയ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ട് ചെയ്യുക. ആ ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്യുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ടിങ് ദി കൺസെപ്ഷൻ, അതായത് പ്ലാനിങ് ആൻഡ് എക്സിക്യൂട്ടിങ് ദി കൺസംഷൻ, പ്രൈസിങ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ കൺസംഷനും പ്രൈസിങ്ങും പ്രൊമോഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. എന്തിൻ്റെയാണ്? ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ. ടു ക്രിയേറ്റ് എക്സ്ചേഞ്ച് ദാറ്റ് സാറ്റിസ്ഫൈ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾസ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഗോളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിനെ നമ്മൾ പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അപ്പോൾ അവിടെ പ്രൊഡക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷനാണ്. കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ ഹിയർ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാണ്? ദാറ്റ് ഈസ് എംഫസൈസസ് ഈസ് ഓൺ കസ്റ്റമർ ആൻഡ് ദെയർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കസ്റ്റമേഴ്സിനും അവരുടെ സാറ്റിസ്ഫാക്ഷനുമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ. അപ്പോൾ കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ പ്രകാരം കസ്റ്റമേഴ്സ് ആർ ദി കിങ് ഓഫ് മാർക്കറ്റാണ്. മാർക്കറ്റിലെ രാജാക്കന്മാരാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ സാറ്റിസ്ഫാക്ഷനും. അപ്പോൾ അവിടെ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ അഭിപ്രായ പ്രകാരം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഈസ് ദി ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈ നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ ആൻ എക്സ്ചേഞ്ച് പ്രോസസ്. ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിലൂടെ ഹ്യൂമൻ വാണ്ട്സ്, അതായത് കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ്, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരുന്നത്, മാർക്കറ്റിങ്ങിൽ വരുന്നത്. ദെൻ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, ദാറ്റ് ഈസ് മോഡേൺ ഡെഫിനിഷനാണ്. അപ്പോൾ ഇവിടെ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷനാണ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, marketing is an organizational function and a set of processes for creating, communicating and delivering values to customers and for managing customer relationship in ways that benefit the organization and its stakeholders. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ പ്രകാരം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ ഫംഗ്ഷനാണ്. മാർക്കറ്റിംഗ് ഒരു ഓർഗനൈസേഷണൽ ഫംഗ്ഷനാണ്, അതായത് ഓർഗനൈസേഷൻ്റെ ഒരു ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോസസ് ഇൻക്ലൂഡഡ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഡെലിവർ ചെയ്യുക. കസ്റ്റമേഴ്സിന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഓർഗനൈസേഷൻ്റെയും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ടോട്ടലി അവിടെ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റ്, ഓർഗനൈസേഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ വാല്യൂവിനാണ് അവിടെ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്? എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്? അപ്പോൾ അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്, ഡിഫൈൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഫിലിപ്പ് കോട്ട്ലറിൻ്റെ അഭിപ്രായ പ്രകാരം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈസ് ദി അനലൈസിസ്, പ്ലാനിംഗ്, implementation and control of programs designed to bring about desired exchange with the target markets to achieve organizational objectives. That is എന്താണ്? പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, കൺട്രോൾ, അനലൈസിസ് ആൻഡ് കൺട്രോൾ ഓഫ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബ്രിങ് അബൌട്ട് ഡിസൈഡ് എക്സ്ചേഞ്ച് വിത്ത് ടാർഗറ്റ് മാർക്കറ്റ്സ്. അപ്പം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള എക്സ്ചേഞ്ചുകൾ, ട്രാൻസാക്ഷൻസ്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? അത് ടാർഗറ്റ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റിന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും, അല്ലെ ഏത് മാർക്കറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is holistic marketing concept?
ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത് ആശയം എന്താണ്? ഓക്കെ, അപ്പോൾ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എ ന്യൂ അഡീഷൻ ടു ദി ബിസിനസ് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലേക്ക് ഒരു പുതിയ അഡീഷനാണ്. എ ന്യൂ അഡീഷൻ ടു ദി ബിസിനസ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫീസ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഫിലോസഫിയിലേക്കുള്ള ഒരു പുതിയ അഡീഷനാണ്, ഒരു പുതിയ കൂട്ടിച്ചേർക്കലാണ് എന്തെന്ന് പറയുന്നത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് ഈസ് എ ന്യൂ കോൺസെപ്റ്റ്, പുതിയൊരു കോൺസെപ്റ്റാണ്. എന്താണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കൺസിഡേഴ്സ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് കൺസിഡേഴ്സ് ബിസിനസ് ആൻഡ് ഓൾ ഇറ്റ്സ് പാർട്സ് as one single entity and gives a shared purpose to every activity and person related to that business. That is holistic marketing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുകയും ആ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും എല്ലാ പേഴ്സൺസിനും ഒരു ഷെയർഡ് പർപ്പസ്, അതായത് നമ്മളൊരു പങ്കിട്ട് ഒരു പർപ്പസ് നമ്മൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഒരു ഷെയർഡ് പർപ്പസ് നൽകുകയും ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ബിസിനസ് ആക്ടിവിറ്റീനെ, അതായത് ബിസിനസ്സിനെയും ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് കാണുകയും ആ എല്ലാ എൻറ്റിറ്റിയിലേക്കും, അതായത് അതിന് മൊത്തമായിട്ട് ഒരു ഷെയർഡ് പർപ്പസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നിച്ച് മാർക്കറ്റിംഗ്? എന്താണ് നിച്ച് മാർക്കറ്റിംഗ്? നിച്ച് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിച്ച് മാർക്കറ്റിംഗ് ഈസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് ഫോക്കസസ് ഓൺ ടാർഗറ്റിംഗ് എ സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് സെഗ്മെൻറ്റ് ഓഫ് ദി മാർക്കറ്റ്. ഓക്കെ, നിച്ച് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതെന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പം നമ്മളൊരു സ്പെസിഫിക് ടാർഗറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിച്ച് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ടാർഗറ്റിംഗ് എ സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് സെഗ്മെൻറ്റ് ഓഫ് ദി മാർക്കറ്റ്. മാർക്കറ്റിൽ നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിച്ച് മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത്, അതുപോലെ തന്നെ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ, ടെക്നോളജി, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എക്സെട്ര. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ്? എന്താണ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ്? Entrepreneurial marketing refers to innovative, proactive and risk-taking marketing strategy employed by entrepreneurs or small businesses to identify and exploit market or opportunities. അപ്പോൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഓൺട്രപ്രണേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെയാണ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗിൻ്റെ ഡെഫിനിഷനാണ് ഡിഫൈൻ ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ്. അക്കോർഡിംഗ് ടു മോറിസ്, entrepreneurial marketing is defined as the proactive identification and exploitation of opportunities for acquiring and retaining profitable customers through innovative approaches to risk management, resource leveraging and value ക്രിയേഷൻ. എന്താ പറയുന്നത്? അതായത് പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇന്നൊവേറ്റീവ് അപ്രോച്ചിലൂടെ അല്ലെങ്കിൽ ഇന്നൊവേറ്റീവ് അപ്രോച്ച് ടു റിസ്ക് മാനേജ് ചെയ്യാനുള്ള പുതിയ നൂതനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന അപ്രോച്ചിലൂടെ അല്ലെങ്കിൽ റിസോഴ്സ് ലിവറേജിങ്ങിലൂടെ അല്ലെങ്കിൽ വാല്യൂ ക്രിയേഷനിലൂടെ നമുക്ക് കൂടുതലായിട്ട് പ്രൊഫിറ്റബിൾ ആയിട്ട് ഉള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ അവരെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോ ആക്റ്റീവായിട്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോറിസിൻ്റെ അഭിപ്രായത്തിൽ ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതായത് ഇന്നൊവേറ്റീവായിട്ട് റിസ്ക് മാനേജിലൂടെ ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ റിസോഴ്സ് ലിവറേജിങ്ങിലൂടെയും വാല്യൂ ക്രിയേഷനിലൂടെയും പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗിൻ്റെ ഡെഫിനിഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ? എന്താണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ? കസ്റ്റമർ സെഗ്മെൻറ്റേഷനും ഉണ്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും ഉണ്ട്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ കസ്റ്റമേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇവിടെ മാർക്കറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ? കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ഷെയർഡ്
ക്യാരക്ടറിസ്റ്റിക്സ് ടു ടൈലർ മാർക്കറ്റിംഗ് എഫേർട്സ് എഫക്റ്റീവ്ലി. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ എഫേർട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട്, ഷെയർഡ് ഫീച്ചേഴ്സ് വെച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ റെഫേഴ്സ് ടു ഡിവൈഡിംഗ് ദി എൻറ്റയർ മാർക്കറ്റ് ഇൻ ടു സ്മോളർ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട്, ഷെയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റിനെ സ്മോളർ, ചെറിയ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പായിട്ട് നമ്മൾ തിരിക്കണീനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ഐഡൻറ്റിഫൈയിങ് ബ്രോഡ് സെഗ്മെൻറ്റ്സ് വിത്തിൻ ദി മാർക്കറ്റ് ദാറ്റ് എ ബിസിനസ് ക്യാൻ ടാർഗറ്റ് എഫക്റ്റീവ്ലി വിത്ത് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് അത് ഏത് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഏത് കസ്റ്റമേഴ്സിലേക്കാണ് അത് എത്തിപ്പെടേണ്ടത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈസിലി നമുക്ക് കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവരിലേക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് മാർക്കറ്റ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഒപ്റ്റിമൈസ് റിസോഴ്സ് അലോക്കേഷൻ ബൈ ടാർഗറ്റിംഗ് ഹൈ വാല്യൂ സെഗ്മെന്റ്സ്. ഹൈ വാല്യൂ സെഗ്മെന്റ്സ് ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ്, ഇംപ്രൂവ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ അഡ്രസ്സിങ് സ്പെസിഫിക് നീഡ്സ്. സ്പെസിഫിക് നീഡ്സ് ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്? മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് റിവോൾവ് അറൌണ്ട് ദി ഓർഗനൈസേഷൻസ് വിഷൻ ആൻഡ് ഇറ്റ്സ് അപ്രോച്ച്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ വിഷൻ അല്ലെങ്കിൽ അതിൻ്റെ അപ്രോച്ച് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ സെർവ് ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന സർട്ടൺ ഒബ്ജക്റ്റീവ്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫുൾഫില്ലിംഗ് ദി നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ടു ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. ലോങ് ടേം റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് അത് മനസ്സിലാക്കുക, അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ് ജനറേഷൻ. മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി, സസ്റ്റൈനബിലിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രോഫിറ്റ് ജനറേഷൻ. നെക്സ്റ്റ്, മാർക്കറ്റ് ഷെയർ എക്സ്പാൻഷൻ. മാർക്കറ്റ് ഷെയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഹാൻസിങ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് ക്യാപ്ചറിങ് എ ലാർജ് ഷെയർ ഓഫ് ദി മാർക്കറ്റ്. ഇപ്പം നമ്മൾ ബ്രാൻഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ ബ്രാൻഡ് എത്തിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ ആ ബ്രാൻഡ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മാർക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ്, ബ്രാൻഡ് ലോയാലിറ്റി, ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഇമോഷണൽ കണക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ് ടു എൻഷുർ റിപ്പീറ്റ് പർച്ചേസസ്. ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ പെർട്ടിക്കുലർ ബ്രാൻഡിനോട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡ് ലോയാലിറ്റി. ദെൻ നെക്സ്റ്റ്, ന്യൂ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് എൻ്ററിങ് അൺടാപ്ഡ് ഓർ എമേർജിങ് മാർക്കറ്റ്സ്. പുതിയ മാർക്കറ്റ് അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് എന്ത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എത്തിക്കൽ പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യുക, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, കോൺട്രിബ്യൂട്ടിംഗ് ടു സൊസൈറ്റി സൊസൈറ്റീൻ്റെ വെൽബീയിങ്ങിനൊക്കെ വേണ്ടി കോൺട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. അതായത് കസ്റ്റമേഴ്സായിട്ട് ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ടു കണക്ട് വിത്ത് കസ്റ്റമേഴ്സ് എഫക്റ്റീവ്ലി. കസ്റ്റമേഴ്സിനോട് എഫക്റ്റീവായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിൻ്റെ സ്കോപ്പ്. മാർക്കറ്റിംഗ് ഹാസ് എ വൈഡ് സ്കോപ്പ് ദാറ്റ് എക്സ്റ്റെൻഡ് അക്രോസ് വേരിയസ് ഇൻഡസ്ട്രീസ് ആൻഡ് ആക്ടിവിറ്റീസ്
അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു വൈഡ് സ്കോപ്പാണുള്ളത് ഇൻഡസ്ട്രീസിനും ആക്ടിവിറ്റീസിനൊക്കെ ബേസ് ചെയ്തിട്ട്. ദെൻ ഇറ്റ്സ് എ സ്കോപ്പ് ഇൻക്ലൂഡ്സ്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്കോപ്പാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മാർക്കറ്റിംഗ് ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ സർവീസസ്. അപ്പോൾ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക, സർവീസസ് ഒക്കെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ് ആണ്. ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? പ്രൊമോട്ടിംഗ് ഐഡിയാസ്, കോസസ് ആൻഡ് ഫിലോസഫീസ്, അതേപോലെ തന്നെ ദാറ്റ് ഈസ് കോസസ് ആൻഡ് ഫിലോസഫീസ് എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മാർക്കറ്റിംഗ് ഒക്കെ അതിൽ ഉൾപ്പെടും. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ സ്കോപ്പ് മാർക്കറ്റ് റിസർച്ച് ആണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലിക്കേഷൻ ആണ്. അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്. എവിടേക്ക് നമുക്ക് മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യാം? ഗുഡ്സ് ആൻഡ് സർവീസസിൽ അപ്ലൈ ചെയ്യാം, ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റിൽ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് മാർക്കറ്റ് റിസർച്ചിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ച് ആണ്. ദാറ്റ് ഈസ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ട് സർവേസ് ആൻഡ് സ്റ്റഡീസ് ടു അണ്ടർസ്റ്റാൻഡ് കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റ് ട്രെൻഡും കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേയും മറ്റ് സ്റ്റഡീസും ഒക്കെ കണ്ടക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്കോപ്പാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ അതൊരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് പ്രൊഡക്ട്സ് ടൈലേർഡ് ടു കസ്റ്റമർ നീഡ്സ്. കസ്റ്റമർ നീഡ്സ് അനുസരിച്ചിട്ട്, കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ ഡിസൈൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. PLC പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. രണ്ടും എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ നെക്സ്റ്റ് സ്കോപ്പാണ് പ്രൊമോഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ടത് സെയിൽസ് പ്രൊമോഷൻ, ദാറ്റ് ഈസ് ത്രൂ അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ യൂട്ടിലൈസിങ് അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പബ്ലിക് റിലേഷൻ ടു റീച്ച് കസ്റ്റമേഴ്സ്, അതൊക്കെയാണ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് സ്കോപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റ് ഡെലിവറി ഓഫ് പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ പ്രൊഡക്ട്സ് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യക്ഷമമായി എത്തിക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ത്രൂ അപ്രോപ്രിയേറ്റ് ചാനൽസ്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 1 വേ ചാനൽ, 2 വേ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ട്, അപ്പോൾ അതും പഠിക്കുക കേട്ടോ. ദ നെക്സ്റ്റ് പ്രൈസിംഗ് ആണ്. ഡിറ്റർമിനിങ് കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് സ്ട്രാറ്റജി ടു മാക്സിമൈസ് വാല്യൂ ഫോർ ബോത്ത് കമ്പനി ആൻഡ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പാണ്. നെക്സ്റ്റ് വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ. നെക്സ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഈ പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവറേജിങ് ടെക്നോളജി ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു എൻഗേജ് വിത്ത് കസ്റ്റമേഴ്സ് ഗ്ലോബലി. അപ്പോൾ ഗ്ലോബലി അതായത് ലോകം മൊത്തം, വേൾഡ് മൊത്തം നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അതിൻ്റെ ടെക്നോളജീസ് ഒക്കെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് മാർക്കറ്റിംഗ് ഇൻ മോഡേൺ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൻ്റെ റോൾ എന്താണ്? ഇന്നത്തെ മോഡേൺ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് ആണ് മെയിൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമുക്കെന്നെ അറിയുന്നതാണ്, ജനറലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോമ്പറ്റീറ്റീവ് ആൻഡ് ഗ്ലോബലൈസ്ഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് മാർക്കറ്റിംഗ് പ്ലേസ് എ ക്രൂഷ്യൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ റോൾ ഇൻ എൻഷുറിങ് ഓർഗനൈസേഷൻ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? എന്തൊക്കെ റോളാണ് വരുന്നത് മാർക്കറ്റിങ്ങിൻ്റെ? ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് അവയർനെസ്. Marketing helps businesses introduce their products or services to potential customers, ensuring visibility. അപ്പോൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് നമ്മളുടെ പ്രൊഡക്ട്സ്, ഒരു കമ്പനീൻ്റെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് നൽകാനായിട്ട് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ റോളാണ് ദാറ്റ് ഈസ് ഡ്രൈവിംഗ് ഇന്നൊവേഷൻ. അപ്പോൾ ത്രൂ കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് മാർക്കറ്റ് റിസർച്ച് മാർക്കറ്റിംഗ് ഫോസ്റ്റേഴ്സ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ് ഇന്നൊവേഷൻസ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിലൂടെ അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഒരു മാർക്കറ്റിൽ പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരാനും പുതിയ പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുവരാനും പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരാനും പുതിയ പ്രോസസ്സ് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നൊവേഷന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് റോളാണ് കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ബിൽഡിംഗ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സായിട്ട് നമ്മൾ ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അപ്പോൾ കസ്റ്റമേഴ്സായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എങ്ങനെയാണ്? ബൈ ഡെലിവറിങ് കൺസിസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ അവർക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ട്. ദെൻ നെക്സ്റ്റ് റവന്യൂ ജനറേഷനാണ്. അപ്പോൾ നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ, എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ ഏൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം റവന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡ്രൈവ്സ് സെയിൽസ് ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ്. നെക്സ്റ്റ് റോളാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഡിഫറൻഷിയേറ്റിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ് ത്രൂ ബ്രാൻഡിങ് ആൻഡ് പൊസിഷനിങ്. അപ്പോൾ ബ്രാൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ പൊസിഷനിങ്ങിലൂടെയൊക്കെ നമ്മൾ പ്രൊഡക്റ്റിനെ വേർതിരിച്ച് കാണിക്കുമ്പോൾ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു മാർക്കറ്റിൽ ഒരു പ്ലേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിലൂടെ നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് എക്സ്പാൻഡിങ് മാർക്കറ്റ്സ് ആണ്. എക്സ്പാൻഡിങ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റിംഗ് ബിസിനസ്സസ് ഇൻ ഐഡൻറ്റിഫൈങ് ആൻഡ് എൻറ്ററിങ് ന്യൂ മാർക്കറ്റ്സ് ബോത്ത് ഡൊമസ്റ്റിക്കലി ആൻഡ് ഇൻ്റർനാഷണലി. അപ്പോൾ ഡൊമസ്റ്റിക്കലി നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്ത്, ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി ഒക്കെ നമുക്ക് പുതിയ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ബിസിനസ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പാൻഡിങ് മാർക്കറ്റ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ മോഡേൺ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എൻഹാൻസിങ് ബ്രാൻഡ് ഇമേജ് എൻഹാൻസ് ചെയ്യാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കണം. ബ്രാൻഡ് ഇമേജ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പ്രൊമോട്ടിംഗ് ദി ഓർഗനൈസേഷൻസ് വാല്യൂ ആൻഡ് വിഷൻ ടു ബിൽഡ് പോസിറ്റീവ് റെപ്യൂട്ടേഷൻ. ദ നെക്സ്റ്റ് റോളാണ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക എന്നുള്ളത്. അതായത് ട്രസ്റ്റും അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻസി ഒക്കെ ഉറപ്പുവരുത്തുക ആ ഒരു കമ്പനി ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്പനിയും സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നിലനിർത്തുക. ദ നെക്സ്റ്റ് ആണ് എക്കണോമിക് ഗ്രോത്ത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ഓവറോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബൈ ഫോസ്റ്ററിംഗ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ടിവിറ്റീസ്. Then next question, explain the importance of entrepreneurial marketing. Entrepreneurial marketing inde importance. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്, അതായത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ കൂടുതൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് ടെക്നോളജിയിലോ അല്ലെങ്കിൽ കാര്യത്തിലോ എന്ത് മാറ്റങ്ങൾ വരുമ്പോഴും നമുക്ക് നമ്മളുടെ ഡിസൈനിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും, മാർക്കറ്റിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ചേഞ്ചസും നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട്, സ്വീകരിക്കാനായിട്ട് സാധിക്കും. Entrepreneurs often operate in uncertain markets. Entrepreneurial marketing allows them to adapt quickly to change customer needs and market dynamics. അപ്പോൾ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട്, കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഓൺട്രപ്രനറിയൽ മാർക്കറ്റിംഗ് അലോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റാണ് റിസോഴ്സ് എഫിഷ്യൻസി. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് റിസോഴ്സ് എഫിഷ്യൻസി. അപ്പോൾ റിസോഴ്സ് എഫിഷ്യൻസി പറഞ്ഞാൽ റിസോഴ്സിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത. അപ്പോൾ വിത്ത് ലിമിറ്റഡ് ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് സ്മോൾ ബിസിനസ്സസ് റിലേ ഓൺ ക്രിയേറ്റീവ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട്, ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും വെച്ചിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഓൺട്രപ്രനറിയൽ മാർക്കറ്റിങ്ങിന് സാധിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ദാറ്റ് ഈസ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺട്രപ്രനറിയൽ മാർക്കറ്റിംഗ് എൻകറേജസ് ന്യൂ ആൻഡ് അൺകൺവെൻഷണൽ മെത്തേഡ്സ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ന്യൂ മെത്തേഡ്സ്, അതേപോലെ തന്നെ അൺകൺവെൻഷണൽ മെത്തേഡ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും ഓൺട്രപ്രനറിയൽ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് കസ്റ്റമർ ഫോക്കസ്ഡ് ആണ്. ഓൺട്രപ്രനേഴ്സ് പ്രയോറിറ്റൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദെയർ കസ്റ്റമേഴ്സ് ഡീപ്ലി എൻഷറിങ് ടൈലേർഡ് സൊല്യൂഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സിന് അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും അവർക്ക് കൂടുതൽ പ്രയോറിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഓൺട്രപ്രനറിയൽ മാർക്കറ്റിങ്ങിൽ ഓൺട്രപ്രനേഴ്സ് ശ്രമിക്കുന്നുണ്ട്. അതാണ് കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ യൂണിക് അപ്രോച്ചസ് അല്ലെങ്കിൽ പ്രൊആക്റ്റീവ് അപ്രോച്ചസ് ഒക്കെ നമ്മൾ ഓരോ ഓൺട്രപ്രനേഴ്സ് ഏറ്റെടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഓൺട്രപ്രനേഴ്സ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സിന് നിശ്ചയ മാർക്കറ്റിംഗ് ക്യാപ്ചർ ചെയ്യാനും അതേപോലെ തന്നെ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും ബിസിനസ്. സോ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ്
ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് ഫോസ്റ്റേഴ്സ് ലോങ് ടേം ഗ്രോത്ത് ബൈ ഫോക്കസിങ് ഓൺ ഇന്നോവേഷൻ ആൻഡ് സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇന്നോവേഷനിലും അതേപോലെ തന്നെ സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ട്, അപ്പോൾ ലോങ് ടേം ഗ്രോത്ത് ആണ്. ലോങ് ടേം ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത്? ഫോക്കസിങ് ഓൺ ഇന്നോവേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതേപോലെ തന്നെ സ്ട്രോങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഓൺട്രപ്രണേഴ്സിന് ഗ്രോത്തും സസ്റ്റൈനബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഗ്രോത്ത് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി റെക്കഗ്നീഷൻ ആണ്. ഓപ്പർച്യൂണിറ്റി റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസരങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് പുതിയ ട്രെൻഡിനനുസരിച്ചിട്ട്, കസ്റ്റമർ നീഡ്സ് വോൺസിനൊക്കെ അനുസരിച്ച്, അവരുടെ പ്രിഫറൻസിനൊക്കെ അനുസരിച്ചിട്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ്. ഓൺട്രപ്രണറിയൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രോ ആക്റ്റീവ്നെസ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ്നെസ് ആണ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കും എന്നാണ് പ്രോ ആക്റ്റീവ്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ഓൺട്രപ്രണേഴ്സ് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രോ ആക്റ്റീവ്നെസ്. ദെൻ രണ്ടാമത്തത് ഇന്നോവേഷൻ. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് കൂടുതൽ ഇന്നോവേഷനാണ് എംഫസൈസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദേ എംഫസൈസ് ക്രിയേറ്റീവ് ആൻഡ് യൂണിക് സ്ട്രാറ്റജീസ് ടു അഡ്രസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് മാർക്കറ്റ് ചലഞ്ചസ്. മാർക്കറ്റിൻ്റെ ചലഞ്ച് അനുസരിച്ചിട്ട്, മാർക്കറ്റിൽ ഉണ്ടാവുന്ന പുതിയ ചലഞ്ചസ് അനുസരിച്ചിട്ട്, കസ്റ്റമറിൻ്റെ നീഡ്സ് അനുസരിച്ചിട്ട് യുണീക് സ്ട്രാറ്റജീസ് അതേപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നോവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചറാണ് റിസ്ക് ടേക്കിംഗ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് എന്താണ്? വില്ലിംഗ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ഇൻ പെർസ്യൂട്ട് ഓഫ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അനുസരിച്ചിട്ട്, അതായത് മാർക്കറ്റിലുള്ള അവസരങ്ങൾ അനുസരിച്ചിട്ട് കാൽക്കുലേറ്റഡ് റിസ്ക് ഏറ്റെടുക്കാനായിട്ട് ആര് വില്ലിംഗ് ആണ്? ഓൺട്രപ്രണേഴ്സ് വില്ലിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് റിസോഴ്സ് ലിവറേജിങ്. റിസോഴ്സ് ലിവറേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മേക്കിംഗ് ദി മോസ്റ്റ് ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് ത്രൂ സ്മാർട്ട് കോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ്. സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻറ്റ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തിട്ട് ലിമിറ്റഡ് റിസോഴ്സസിനെ കൂടുതൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് റിസോഴ്സ് ലിവറേജിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ ഇൻറ്റൻസിറ്റി. അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റമേഴ്സായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരായിട്ട് എൻഗേജ് ചെയ്യുക, അവരെ കൂടുതൽ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എൻഗേജിങ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യാനായിട്ടും അവർ മനസ്സിലാക്കാനായിട്ടും കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. അവരായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ ഇൻറ്റൻസിറ്റി. കൂടുതലായിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഓപ്പർച്യൂണിസ്റ്റിക് അപ്രോച്ചാണ്. ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ആയിരിക്കും, എപ്പോഴും അവസരങ്ങൾ തേടിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഓൺട്രപ്രണറിയൽ മാർക്കറ്റിങ്ങിൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. പുതിയ പുതിയ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യുക, അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അഡാപ്റ്റിംഗ് ക്വിക്ക്ലി ടു ചേഞ്ച് ഇൻ ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഓർ കസ്റ്റമർ പ്രിഫറൻസ്. ദ നെക്സ്റ്റ് പോയിന്റ് ആണ്, നെക്സ്റ്റ് ഫീച്ചറാണ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്. ഹൈ വാല്യൂ ടു കസ്റ്റമേഴ്സിന് ഹൈ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ലോയാലിറ്റി ഒക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ ക്രിയേഷൻ. ദെൻ ഫോക്കസ് ഓൺ റിസൾട്ട്. ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഔട്ട്കംസ് ലൈക്ക് പ്രോഫിറ്റബിലിറ്റി, മാർക്കറ്റ് ഷെയർ, കസ്റ്റമർ റിട്ടൻഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതിലൂടെ നമുക്ക് റിസൾട്ട് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ റിസൾട്ടിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സോ അതാണ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺട്രപ്രണറിയൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി വേരിയസ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഓഫ് ഐഡൻറ്റിഫൈ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വേരിയസ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. അപ്പം മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻവോൾവ് ചെയ്യുന്ന എന്താണ്? അനലൈസിങ് ദി മാർക്കറ്റ് ടു ഡിസ്കവർ അൺമെറ്റ് കസ്റ്റമർ നീഡ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ മീറ്റ് ചെയ്യാത്ത കസ്റ്റമർ നീഡ്സ് കണ്ടെത്തുക, പുതിയ ട്രെൻഡ്സ് കണ്ടെത്തുക, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഇടയിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അത് കണ്ടെത്തുക. അപ്പോൾ അതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പുതിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി
ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടൻ സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സ്റ്റെപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലുള്ള പുതിയ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, അതായത് നിലവിലുള്ള മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, കോമ്പറ്റീഷന്, അതിനൊക്കെ അനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ ആ ഒരു വേവ് അതൊക്കെ അനുസരിച്ചിട്ട് അത് അനലൈസ് ചെയ്യുക. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ ബിഹേവിയർ, പ്രിഫറൻസ്, ഇൻഡസ്ട്രീൻ്റെ ട്രെൻഡ്സ്, ഇതൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും ട്രെൻഡ്സും കസ്റ്റമർ നീഡ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സോട്ട് അനലൈസസ്. സോട്ട് അനലൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്, സോട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് കോമ്പറ്റീറ്റർ അനലൈസസ്. കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക. ഇവാലുവേറ്റ് ദി സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് മാർക്കറ്റ് പൊസിഷൻ ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അവരുടെ മാർക്കറ്റ് പൊസിഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് നമ്മൾ മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം ട്രെൻഡ് അനലൈസ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ട്രെൻഡ് അനലൈസിസ്. ട്രെൻഡ് അനലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി എമേർജിങ് ടെക്നോളജി, സോഷ്യൽ ട്രെൻഡ്, ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് എന്തൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടെക്നോളജീസാണ് പുതുതായിട്ട് എമേർജ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ പഠിക്കുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവാലുവേറ്റ് വയബിലിറ്റി. വയബിലിറ്റി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ പൊട്ടൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി ആയിട്ട് റിസ്ക് എത്രത്തോളം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൊഫിറ്റബിലിറ്റി, നമുക്ക് പൊട്ടൻഷ്യലായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രൊഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, അത് നമുക്ക് വയബിൾ ആണോ, സ്യൂട്ടബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇവാലുവേറ്റ് വയബിലിറ്റി. അപ്പോൾ ഈ 6 സ്റ്റെപ്സാണ് ഐഡൻറ്റിഫൈങ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു മാർക്കറ്റിനെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ബേസ്ഡ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ? അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മെയിൻ ടൈപ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ സെഗ്മെൻറ്റേഷൻ ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോഗ്രഫിക്കൽ ഏരിയ, ഒരു ലൊക്കേഷൻ, ഒരു പ്ലേസ്, അതൊക്കെ റിലേറ്റഡ് ആയിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ജോഗ്രഫിക്കൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂറൽ ഏരിയ, അർബൻ ഏരിയ, അതേപോലെ തന്നെ ടൗൺ, വില്ലേജ്, ഇങ്ങനെയൊക്കെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ. ഇപ്പോൾ ഡൊമസ്റ്റിക്, ഇൻ്റർനാഷണൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡിവൈഡ്സ് ദി മാർക്കറ്റ് ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. ജോഗ്രഫിക്കൽ ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസും സ്പെസിഫിക് നീഡ്സ്, അതായത് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നിന്നുള്ള സ്പെസിഫിക് നീഡ്സൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സെഗ്മെൻറ്റേഷൻ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? ദി സെഗ്മെൻറ്റേഷൻ ഈ ബേസ്ഡ് ഓൺ കൺട്രി, റീജിയൻ, സ്റ്റേറ്റ്, സിറ്റി, climate, etc. Then urban, suburban, rural area, population density, etc. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഏരിയയിൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തേതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ സെഗ്മെൻറ്റേഷനിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് ഈസ് ബേസ്ഡ് ഓൺ മെഷറബിൾ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ പോപ്പുലേഷനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് സെഗ്മെൻറ്റേഷൻ ആണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അത് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഏജിനെ ബേസ് ചെയ്തിട്ട്, ജെൻഡറിനെ ബേസ് ചെയ്തിട്ട്, ഇൻകം ലെവല്, അതുപോലെ തന്നെ ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ട്, എഡ്യൂക്കേഷൻ ലെവലിനെ ബേസ് ചെയ്തിട്ട്, ഫാമിലി സൈസിനെ ബേസ് ചെയ്തിട്ട്, റിലീജിയൻ, എത്നിസിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിനെ തരംതിരിക്കുന്നതാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ.
ദെൻ മൂന്നാമത്തെ സെഗ്മെൻറ്റേഷൻ ആണ് എന്ത്? സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. മൂന്നാമത്തെ സെഗ്മെൻറ്റേഷൻ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദി സൈക്കോളജിക്കൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ട്രൈറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റീസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, അവരുടെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണാലിറ്റി ട്രൈറ്റ്, ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, സോഷ്യൽ ക്ലാസ്, വാല്യൂസ്, ബിലീഫ്സ്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അപ്പർ ഇൻകം പീപ്പിൾ, ലോവർ ഇൻകം പീപ്പിൾ, മിഡിൽ ഇൻകം പീപ്പിൾ അങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുക അവരുടെ സോഷ്യൽ ക്ലാസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ VIP കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാർ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ദ നെക്സ്റ്റ് ടൈപ്പാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്, സെഗ്മെൻറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയേഴ്സ്, ഇൻട്രാക്ഷൻസ് ആൻഡ് പർച്ചേസിങ് പാറ്റേൺസ്. ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ബെനിഫിറ്റ് സോർട്ട്. ഇപ്പോൾ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അവർ ക്വാളിറ്റി, ആ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ആൾക്കാർ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ. കൺവീനിയൻസ്, നമ്മളെ സൗകര്യൻസ് അനുസരിച്ച്, പ്രൈസിനനുസരിച്ചിട്ട്. ഇനി പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അടുത്തൊരു ഫാക്ടറാണ് ഫ്രീക്വൻറ്റ് ബയേഴ്സ്. സ്ഥിരമായിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ ഒരു സെഗ്മെൻ്റ് ആക്കും. ഒക്കേഷണൽ ബയേഴ്സ്, എപ്പോഴേലും വാങ്ങിക്കുന്ന ആൾക്കാർ വേറൊരു സെഗ്മെൻ്റ് ആക്കും. ദെൻ യൂസേജ് റേറ്റിൽ ഹെവി, മോഡറേറ്റ്, ലൈറ്റ് യൂസേഴ്സ്, ഇങ്ങനെ 3 സെഗ്മെൻറ്റേഷനാണ് കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ ബ്രാൻഡ് ലോയാലിറ്റി നോക്കി വാങ്ങിക്കുന്ന ആൾക്കാർ, ഒക്കേഷൻ ബേസ്ഡ് ബിഹേവിയർ ഉണ്ട്, ഹോളിഡേ ഇവൻറ്റ് റിലേറ്റഡ് പർച്ചേസ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്ന സെഗ്മെൻറ്റേഷൻ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റേഷൻ ആണ് ദാറ്റ് ഈസ് കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ. കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് പ്രിഫറൻസിനനുസരിച്ചിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് കൾച്ചറൽ സെഗ്മെൻറ്റേഷൻ. അപ്പോൾ അവിടെ കീ ഫാക്ടേഴ്സ് വരുന്നത് എന്താണ്? എത്നിസിറ്റി, റിലീജിയൻ, കൾച്ചർ, വാല്യൂസ്, ട്രഡിഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ദെൻ ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് കമ്പനി ഓഫറിങ് ഹലാൽ ഓർ കോഷർ സർട്ടിഫൈഡ് പ്രൊഡക്ട്സ്. ഇപ്പോൾ ഹലാൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ഹലാൽ ഫുഡ് മാത്രം കഴിക്കണ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ദ നെക്സ്റ്റ് സെഗ്മെൻറ്റേഷൻ ആണ് ടെക്നോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ടെക്നോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നത് ഓൺ കസ്റ്റമേഴ്സ് യൂസ് ഓഫ് ടെക്നോളജി റെലവൻറ്റ് ഇൻ ഇൻഡസ്ട്രീസ് വിത്ത് എ സ്ട്രോങ് ഡിജിറ്റൽ പ്രസൻസ്. ഇപ്പോൾ കൂടുതലും ഡിജിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിവൈസ് യൂസേജ്. ഡിവൈസ് യൂസേജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്മാർട്ട് ഫോൺ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണിന്, ടാബ്ലറ്റ്, ഡെസ്ക്ടോപ്പ്. ഓക്കെ. ദെൻ അതേപോലെ ടെക്നോളജി അഡോപ്ഷൻ ലെവല്. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫേമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ഫേമിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് B2B മാർക്കറ്റാണ് ഫേമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് യൂസ്ഡ് ടു സെഗ്മെൻറ്റ് ബിസിനസ് മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഓർഗനൈസേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ബിസിനസ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഫേമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്? ദിസ് സെഗ്മെൻറ്റേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രീൻ്റെ ടൈപ്പ് അനുസരിച്ച്, കമ്പനീൻ്റെ സൈസ് അനുസരിച്ചിട്ട്, റവന്യൂ, ജിയോഗ്രഫിക് ലൊക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചർ, ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഫേമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റേഷൻ ആണ് നീഡ് ബേസ്ഡ് സെഗ്മെൻറ്റേഷൻ. എങ്ങനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ഫങ്ഷണൽ നീഡ് ബേസ്ഡ്, ഇമോഷണൽ നീഡ് ബേസ്ഡ്, ഫിനാൻഷ്യൽ നീഡ് ബേസ്ഡ് ഒക്കെ ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ജനറേഷണൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ജനറേഷണൽ കൊഹോർട്സ് ആണ്. ആസ് ഈച്ച് ജനറേഷൻ ഓഫൻ ആസ് ഡിസ്റ്റിങ്ക്റ്റ് പ്രിഫറൻസ് ആൻഡ് ബിഹേവിയർ. ഓരോ ജനറേഷനും ഓരോ പ്രിഫറൻസും ഓരോ ബിഹേവിയറും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർ മെത്തേഡ്സ് ഓഫ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ടാർഗറ്റിംഗ്? വാട്ട് ആർ ദി വേരിയസ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്താണ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് വേരിയസ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ്? അപ്പോൾ സെഗ്മെൻറ്റേഷന് ശേഷം ഒരു മാർക്കറ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്യുക, ഉന്നം വെക്കുന്നതാണ് എന്ത്? ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ സെഗ്മെൻറ്റേഷൻ ബിസിനസ് സെലക്ട് സ്പെസിഫിക് സെഗ്മെൻറ്റ്സ് ടു ടാർഗറ്റ് വിത്ത് ദെയർ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അവരുടെ പ്രൊഡക്റ്റായിട്ട്, അവരുടെ സർവീസായിട്ട് നമ്മളൊരു പ്രത്യേക സെഗ്മെൻറ്റിനെ ഉന്നം വെക്കുക, അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടാർഗറ്റിംഗ്. ദി മാർക്കറ്റ് മിക്സ് ഈസ് ദെൻ യൂസ്ഡ് ടു ഡെവലപ്പ് സ്ട്രാറ്റജീസ് ഫോർ ദി ചൂസൺ
ടാർഗറ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് സെഗ്മെൻറ്റിൽ പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് അഡോപ്റ്റ് ചെയ്യും. മാർക്കറ്റിംഗ് മിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് അൺഡിഫറൻഷിയേറ്റഡ് ടാർഗറ്റിംഗ്. അതായത് അൺഡിഫറൻഷിയേറ്റഡ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിംഗ് ദി സെയിം പ്രൊഡക്റ്റ് ടു ദി എൻറ്റയർ മാർക്കറ്റ്. എൻറ്റയർ മാർക്കറ്റിന് സെയിം പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നതാണ് അൺഡിഫറൻഷിയേറ്റഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സോൾട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റഡ് ടാർഗറ്റിംഗ്. ഡിഫറൻഷിയേറ്റഡ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് യൂണിക് മാർക്കറ്റിംഗ് മിക്സസ് ഫോർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്. ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിന് ഒരു യൂണിക് മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. എക്സാമ്പിൾ ഡിഫറെൻറ്റ് കാർ മോഡൽസ് ഫോർ ലക്ഷറി ആൻഡ് എക്കണോമി ബയേഴ്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ്. കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ് ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ്? കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസിങ് ഓൺ വൺ സ്പെസിഫിക് മാർക്കറ്റ് നിച്ച്. അപ്പോൾ ഒരു സ്പെസിഫിക് മാർക്കറ്റ് നിച്ചേന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേഗൻ ഫുഡ് പ്രൊഡക്ട്സ്, വെജിറ്റേറിയൻ മാത്രമുള്ളതാണ് കോൺസെൻട്രേറ്റഡ് ടാർഗറ്റിംഗ്. ദെൻ നെക്സ്റ്റ് മൈക്രോ മാർക്കറ്റിംഗ്. മൈക്രോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസിങ് പ്രൊഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് എഫേർട്സ് ഫോർ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ഓർ സ്മോൾ ഗ്രൂപ്പ്സ്. അപ്പോൾ കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എഫേർട്ട് നമ്മൾ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യുക, അതിൻ്റെ മാർക്കറ്റിംഗ് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് മൈക്രോ മാർക്കറ്റിംഗ്. ഫോർ എക്സാമ്പിൾ പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ്. അപ്പം ഇത്രയാണ് എന്ത് വരുന്നത്? ടാർഗറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, അതായത് ടൈപ്സ് ഓഫ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ടാർഗറ്റിംഗ് സ്ട്രാറ്റജീസ് വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദി വേരിയസ് മാർക്കറ്റിംഗ് മിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റിംഗ് മിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി വേരിയസ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ foundational concept in marketing that refers to the set of tools or strategies a business used to promote and sell its products or services. അപ്പോൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊമോട്ട് ചെയ്യാനും സെല് ചെയ്യാനും വേണ്ടിയിട്ട് ബിസിനസ് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ടൂൾസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ആണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് ട്രഡീഷണലി സ്ട്രക്ചേർഡ് അറൌണ്ട് 4 പീസ് ഓഫ് ഫ്രെയിം വർക്ക്. അപ്പോൾ 4 പീസാണ് വരുന്നത്. 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. ദെൻ ന്യൂ മാർക്കറ്റിംഗ് മിക്സിൽ വീണ്ടും 3 എണ്ണം കൂടി വരുന്നുണ്ട്. അതായത് മൊത്തം 7 എണ്ണമാണ് പറയുന്നത്. അപ്പോൾ അതിൽ 4 നേരത്തെ പറഞ്ഞു. അത് കൂടാതെ വരുന്നത് പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് വരുന്നത്. അപ്പോൾ ഒന്ന് പ്രൊഡക്റ്റ് എന്താണ്? ക്രിയേറ്റിംഗ് പ്രൊഡക്റ്റ് ദാറ്റ് മീറ്റ് ദി നീഡ്സ് ഓഫ് ദി ടാർഗറ്റ് സെഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സെഗ്മെൻറ്റിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് മിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് പ്രൈസിങ് സ്ട്രാറ്റജി സ്യൂട്ടബിൾ ഫോർ ദി സെഗ്മെൻറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുറിങ് ദി പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ വേർ ദി ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആർ ലൊക്കേറ്റഡ്. ടാർഗറ്റ് കസ്റ്റമേഴ്സ് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് അവർക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തുക. ആ പ്ലേസ് നമ്മൾ എൻഷുർ ചെയ്യുക. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ അവയർനെസ് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എക്സ്റ്റെൻഡഡ് മാർക്കറ്റിംഗ് മിക്സ് വീണ്ടും വരുന്നത് pupil refers to employees and other stakeholders involved in delivering the product or services. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഡെലിവറി ചെയ്യുന്ന അത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് പ്യൂപ്പിളിൽ വരുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദി സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ ദാറ്റ് എൻഷുർ എഫിഷ്യൻറ്റ് ഡെലിവറി ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ്. ദെൻ ഫിസിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ടാഞ്ചിബിൾ എലമെൻറ്റ്സ് ആണ് ദാറ്റ് ഹെൽപ്സ് customers evaluate the product or services. Next question ആണ് explain the challenges faced by entrepreneurs in the marketing process. മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ഫണ്ട് ആണ് ഉണ്ടാവുക. മിക്ക ഓൺട്രപ്രണേഴ്സിൻ്റെ കയ്യിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് എന്താണ് ഒരു
കൺസ്ട്രെയിൻ ആയിട്ട് അവർ ലിമിറ്റേഷൻ ആയിട്ട് ഉള്ളതാണ്. ദാറ്റ് ഈസ് ലിമിറ്റഡ് ഫണ്ട് റെസ്ട്രിക്റ്റ് ഓൺടർപ്രണേഴ്സ് എബിലിറ്റി ടു ഇൻവെസ്റ്റ് ഇൻ എക്സ്റ്റെൻസീവ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, അഡ്വാൻസ്ഡ് ടൂൾസ് ഓർ പ്രൊഫഷണൽ സർവീസ്. ഇപ്പോൾ പ്രൊഫഷണൽ സർവീസിലും എക്സ്റ്റെൻസീവ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന ഫണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂസ് കോസ്റ്റ് എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ലൈക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമെയിൽ ക്യാമ്പയിൻ ഓർ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇമെയിൽ ക്യാമ്പയിനിങ്ങും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും ഒക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്, അതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത് ലാക്ക് ഓഫ് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. That is, entrepreneurs may not fully understand their target audience, leading to ineffective campaign. അപ്പം ഇൻഎഫക്റ്റീവ് ക്യാമ്പയിൻ ലീഡ് ചെയ്യാണ്. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഫുള്ളായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? സർവേസ് കണ്ടക്ട് ചെയ്യണം, കോമ്പറ്റേറ്റേഴ്സ് ഡാറ്റ അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഓൺലൈൻ അനലിറ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും എഫക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് നടത്താനും ഒക്കെ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഫിയേഴ്സ് കോമ്പറ്റീഷനാണ്. അപ്പം ഓൺടർപ്രണേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്മാൻ ആയിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടുതലായിട്ട് നിശ്ചയ മാർക്കറ്റൊക്കെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഫിയേഴ്സ് കോമ്പറ്റീഷൻ. ദെൻ നെക്സ്റ്റ് റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ആണ്. അപ്പോൾ റാപ്പിഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നോളജി ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് ഓൺടർപ്രണേഴ്സും അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ കീപ്പിംഗ് അപ്പ് വിത്ത് ദി ലേറ്റസ്റ്റ് മാർക്കറ്റിംഗ് ടൂൾസ്, ട്രെൻഡ്സ് ആൻഡ് പ്ലാറ്റ്ഫോംസ് റിക്വയർ കോൺസ്റ്റന്റ് ലേണിംഗ്. അപ്പം പുതിയ മാർക്കറ്റിംഗ് ടൂൾസ്, ട്രെൻഡ്സ്, പ്ലാറ്റ്ഫോം ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും അതിനെക്കുറിച്ച് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ട്രെൻഡ് അല്ലെങ്കിൽ ഓരോ ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് അവർ അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക, ഇൻഡസ്ട്രി ബ്ലോഗ്സ് ഒക്കെ കേൾക്കുക, അതിൽ അറ്റൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ഇൻ ട്രെയിനിങ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ട്രെയിനിങ്ങിനൊക്കെ പോവുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ബിൽഡിംഗ് ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്റ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ് ഈസ് കോസ്റ്റ്ലി. പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻറ്റ് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുക, പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അൺപ്രഡിക്റ്റബിൾ മാർക്കറ്റ് ട്രെൻഡ്സ്. അപ്പോൾ കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് റാപ്പിഡ്ലി. കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസും മാർക്കറ്റിൻ്റെ കണ്ടീഷൻസും ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ മാർക്കറ്റ് പ്ലാൻസ് മോണിറ്റർ ചെയ്യുക, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ മാർക്കറ്റിംഗ് പ്ലാൻസ് അഡോപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് മോണിറ്റർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് അതിനൊരു സൊല്യൂഷൻ. ദെൻ ലിമിറ്റഡ് എക്സ്പെർട്ടൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ഓൺടർപ്രണേഴ്സ് മേ ലാക്ക് ദി സ്പെഷ്യലൈസ്ഡ് സ്കിൽ റിക്വയർഡ് ഫോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ്. ഇപ്പോൾ എഫക്റ്റീവ് മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ ഓൺടർപ്രണേഴ്സിനും സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാറ്റ അനലൈസിസ് ചെയ്യാൻ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ അവർക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ എന്താണ്? ഔട്ട്സോഴ്സ് ടാസ്ക് ടു ഫ്രീലാൻസേഴ്സ് ഓർ ഏജൻസീസ് ഓർ യൂസ് ബിഗിനർ ഫ്രണ്ട്ലി ടൂൾസ് ലൈക്ക് ക്യാൻവ ഓർ ഹബ്സ്പോട്ട്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ അത് ഔട്ട്സോഴ്സ് ചെയ്യുക, ഏജൻസീസിനൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂൾസൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഡിഫിക്കൽട്ടി ഇൻ മെഷറിംഗ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷർ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് എൻഷുർ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാർക്കറ്റിംഗിൽ നമ്മൾ എത്തിക്കൽ പ്രാക്ടീസ് അല്ലേ നടത്തുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുക, അതേപോലെ തന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് മാർക്കറ്റിംഗ് മാനേജറിൻ്റെ ഫംഗ്ഷന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോളാണ്. ഒന്ന് മാർക്കറ്റ് റിസർച്ച് ആൻഡ് അനലൈസിസ്, 2 ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, 3 പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, ദെൻ 4 ബഡ്ജറ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, 5 പ്രൊമോഷണൽ ക്യാമ്പയിൻസ് ആൻഡ് അഡ്വർടൈസിംഗ്, 6 സെയിൽസ് സപ്പോർട്ട് ആൻഡ് കോർഡിനേഷൻ, 7 കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM, ദെൻ 8 ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, 9 മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, 10 ബ്രാൻഡ് മാനേജ്മെൻറ്റ്, ദെൻ ട്രെയിനിങ് ടീം മാനേജ്മെൻറ്റ്, സ്റ്റേയിങ് അപ്ഡേറ്റ് ഓൺ ട്രെൻഡ്സ്. അപ്പോൾ ഇത്രയാണ്
റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പർപ്പസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് റിസർച്ച് അനലൈസിസിൻ്റെ പർപ്പസ് എന്താണ്? അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നീഡ്സ്, മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് കോമ്പറ്റീറ്റീവ് ഡൈനാമിക്സ്. മാർക്കറ്റ് ട്രെൻഡ്സ്, കസ്റ്റമർ നീഡ്സ്, അതേപോലെ തന്നെ കോമ്പറ്റീഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണോ വരുന്നത് അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് റിസർച്ചും അനലൈസിസും നടത്തണം. ദെൻ രണ്ടാമത്തേത് ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ പർപ്പസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ റോഡ് മാപ്പ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തയ്യാറാക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? അതായത് ensure products meet market and demands and customer expectations. കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ് പ്രൊഡക്ട്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അത് മാനേജ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബഡ്ജറ്റിംഗ് റിസോഴ്സ് അലോക്കേഷൻ ആണ്. എന്താ ബഡ്ജറ്റ് റിസോഴ്സ് അലോക്കേഷൻ? അതായത് മാനേജ് മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എഫക്റ്റീവ്ലി, മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പ്രൊമോഷണൽ ക്യാമ്പയിൻ ആൻഡ് അഡ്വർടൈസിങ്, അതായത് ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇങ്ങനെ ഓരോ പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജറിൻ്റെ ഫംഗ്ഷൻസും റോളും. ഇപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 1 ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ ഇനിയും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ ഇത് നമുക്ക് വരും എന്ന് ഉറപ്പുള്ള സർട്ടൻ ക്വസ്റ്റ്യൻസ് ആണ്.